ഹലോ ഫ്രണ്ട്സ്, GR ഓളറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിൽ ആഫ്രിക്കൻ ലോബേർഡ്സുകളെ ബ്രീഡിങ്ങിന് ഇടുന്ന മാസങ്ങളെക്കുറിച്ചും അതുപോലെ ഇവരെ ഇണചേരുന്ന സമയത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രീഡിംഗ് കേജ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്രീഡിംഗ് കേജ് ആണ്, ചൈന കേജ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ സൈസ് വന്നിട്ട് 2.5 അടി നീളവും 1.5 അടി ഹൈറ്റും 1.5 അടി വീതിയും ഉള്ള ഒരു കേജാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതില് ഒരു പേര് ബേർഡിനും അതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്കിനും സുഖമായിട്ട് പറന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ പെർച്ച് വെക്കാനുള്ള സൗകര്യവും നമുക്ക് വേണമെങ്കിൽ കലം സെറ്റ് ചെയ്യാം ഇതിനുള്ളിൽ, അല്ലെങ്കിൽ നെസ്റ്റിംഗ് ബോക്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബോക്സും വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, അതുപോലെ ഫുഡ് വെച്ച് കൊടുക്കാം, ഫീഡിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാം. പിന്നെ ബേർഡ്സിന്റെ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം ഈ ട്രേയിലേക്കായിരിക്കും വീഴുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേസ്റ്റ് എടുത്ത് കളയാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 1300 രൂപയൊക്കെ ആവും. ചൈന കേജിന്റെ പ്രൈസ് വന്നിട്ട് നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ അറിയാം. 1300 1400 ഒക്കെയാണ് ഈ സൈസിലുള്ള കേജിന്റെ പ്രൈസ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത്രയൊന്നും ആവത്തില്ല റേറ്റ്. ഓക്കെ, എന്നാലും ഞാൻ ഒരു പ്രൈസ് ഏകദേശം ഒരു വില ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് ബേർഡ്സിന് ഇടാൻ പറ്റിയ ഒരു കേജാണ് ഈ ചൈന കേജ്. മിക്ക ബ്രീഡേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കേജാണ് ഈ ചൈന കേജ്. പിന്നെ നമ്മൾ ഒരുമിച്ച് ബേർഡ്സിനെ ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് കുത്തുകൂടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അവര് സ്വസ്ഥമായിട്ട് മെയ്റ്റ് ചെയ്യാനോ അതുപോലെ എഗ് ചെയ്യാനോ ഒന്നും ചില മറ്റു ബേർഡ്സുകൾ സമ്മതിക്കത്തില്ല. ഇവർ എഗ് ചെയ്യാൻ കയറുമ്പോഴേ എന്ത് ചെയ്യാം, വേറെ ബേർഡ്സ് വന്നവരെ കൊത്താനും എല്ലാം ശ്രമിക്കും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓരോ പെയറായിട്ട് ബേർഡ്സിനെ ബ്രീഡിങ്ങിന് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇൻബ്രീഡ് എന്ന് പറഞ്ഞാൽ ഒരേ പേരൻസിൽ നിന്ന് ഇറങ്ങിയ ബേർഡുകൾ തമ്മിൽ ബ്രീഡ് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ ഒരുമിച്ചിടുമ്പോൾ അങ്ങനെ ചാൻസ് കൂടുതലാണ് അല്ലെ. സെയിം പാരൻസിന്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ തന്നെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ബ്രീഡിംഗ് കേജിലിട്ട് നമ്മൾ ചിക്സ് ഇറക്കുന്നതാണ് വളരെ നല്ലത്. അപ്പൊ ഇനി ഈ കേജിൽ എങ്ങനെ പോട്ട് സെറ്റ് ചെയ്യാം, അതുപോലെ ബ്രീഡിംഗ് ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പൊ ഈ പോട്ട് നമുക്ക് എങ്ങനെ ചൈന കേജിൽ സെറ്റ് ചെയ്യാവുന്ന ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ ഈ പോട്ടിന് ചുറ്റും ഞാനൊരു നൈസ് കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ചുറ്റിയും വെച്ചിട്ടുണ്ട് കുറച്ച്, കാരണം ഈ ഹൂക്കില് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതെല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും, പല സൈസിലുള്ളത് മേടിക്കാനായിട്ട് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ കോർണറിലാണ് ഞാൻ ഇങ്ങറ്റം ഇവിടെ ഈ കോർണർ ഇവിടെ ഇടുമ്പോൾ നമുക്ക് നോക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും, അങ്ങറ്റത്താവുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഞാൻ ഹാങ് ചെയ്ത് ഇടാനായിട്ട് പോകുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ ഹാങ് ചെയ്ത് ഇടാം. കണ്ടല്ലോ, ആ ഹുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഹാങ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് നെസ്റ്റിംഗ് ബോക്സ്. ഇതാണ് നെസ്റ്റിംഗ് ബോക്സ് കേട്ടോ. 2 ടൈപ്പിലെ ഉണ്ട്, ട്രേ ഉള്ളതും ഉണ്ട്, ട്രേ ഇല്ലാത്ത ബോക്സ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. കണ്ടോ, ഇതാണ് ട്രേ. ഇതിനുള്ളിൽ ഇങ്ങനെ ട്രേ വെക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ മേലിലായിരിക്കും ബേർഡ്സ് മെറ്റീരിയൽ ഒക്കെ കൊണ്ടുവച്ച് നെസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് ഇതിന് മേലിലായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ചിക്സ് ഒക്കെ ഇറങ്ങിയതിനു ശേഷം ഈ ട്രേ എടുത്ത് മാറ്റിയാൽ മതി. ട്രേ എടുത്ത് നമുക്ക് പറ്റുന്നില്ല കേട്ടോ, ഒറ്റയ്ക്കായിട്ട് ഒരു പകുതി എടുക്കാനൊക്കെ എടുത്തു. അപ്പൊ ഈ ട്രേ കൊണ്ടുപോയി ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സും ഉപയോഗിക്കാം, അതുപോലെ പോട്ട് ഉപയോഗിക്കാം നെസ്റ്റിങ്ങിനായിട്ട്. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ഹാങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ 2 കൊളുത്തുണ്ട് അല്ലെ. കൊളുത്തുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു ഹാങ് ചെയ്താൽ മതി. ഓക്കെ, ഇത് കുറച്ച് ഫ്രണ്ടിലായി, ബാക്കിലോട്ട് വെച്ച് കാണിച്ചിടാം അല്ലേ.
എന്നിട്ട് ദേ നമുക്ക് നോക്കാൻ എന്ത് ഈസിയാ, നോക്കാം, അടയ്ക്കാം. കണ്ടല്ലോ. പക്ഷെ പോട്ടാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്, നമ്മളിങ്ങനെ മേലിൽ കൂടെയൊക്കെ നോക്കേണ്ടി വരും. പക്ഷെ ഇത് ബോക്സ് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്ന ജസ്റ്റ് ഇതിലേ തന്നെ നോക്കാം. അത് ഒരു ഡിഫറൻസ് ആണ്. ഒരു അല്ല, ഇതിൽ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് കുറച്ച് 6-നെയൊക്കെ കാണണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ ചൈന കേജ്. ഓക്കെ, അപ്പൊ കണ്ടല്ലോ എങ്ങനെ ബോക്സ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പോട്ട് സെറ്റ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. കണ്ടോ, വേസ്റ്റ് പോകുന്ന ട്രേ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോ ഇനിയും എന്റെ ബേർഡ്സിനെ ഇട്ടിരിക്കുന്ന വീഡിയോയും കൂടെ ഞാനൊന്ന് കാണിക്കാം. ചിക്സ് ഇറങ്ങിയതും അതുപോലെ അതിലെങ്ങനെയാണ് ബോട്ടിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ ബാക്കി പാർട്ട് നാളെ ഇടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഫുള്ളി വാച്ച് ചെയ്യാം. അതിൽ എൻ്റെ ബേർഡ്സിനെ എങ്ങനെയാണ് പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ നെസ്റ്റിംഗ് ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നതും ചിക്സ് ഇറങ്ങിയതും എല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നാളത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് കെയർ, ബൈ.